കൂടണയാനൊരു തറവാട് പ്രാഞ്ചിയരിക്കട മേലാള് പുരിവേടക്കട രാജാവ് കോഴി കൂമൊരു നേരം തൊപ്പിന് ചിന്തയിലതു മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയരച്ചു ചിരിക്കണ ചരിതം അമ്പട ഹമ്പമ്പോ നീ കുടിക്കേ നശിക്കേ കൂമ്പ് പാട്ട് എന്തുട്ടാച്ച ചെയ്തോ? എന്തിനാണ് എന്നെ നിലയ്ക്ക് പിടിച്ചു വലിച്ചടിക്കണേ? അതല്ല പ്രാഞ്ചേട്ടാ, പ്രാഞ്ചേട്ടന്റെ സന്തോഷം അതെന്റെ സന്തോഷം. ഈശോ നോക്കി നീ ഇവിടെ തൊട്ടോക്കിയേ കണ്ടാ പടക്കനാണ്ടാ. നീ ഒറ്റ തന്നെ എന്നെ അങ്ങനെ നശിപ്പിക്കണേട്ടാ. പ്രാഞ്ചേട്ടാ, കുറ്റബോധം ഏറ്റവും വലിയ ശത്രു. പ്രാഞ്ചേട്ടന്റെ കൂടെ കൂടി ദിവസം 2 പെഗടിക്കാറുള്ള ഞാൻ മാസത്തിൽ 1 ഈ അടുത്തായിട്ട് ഇപ്പൊ അതുമില്ല. ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ പ്രാഞ്ചേട്ടാ? ആ കുടുംബടക്കം ഒരു കല്യാണത്തിന് പോവാൻ നിക്ക. അതിന്റെ ഇടയിൽ നമ്മള് കല്യാണം ദൂരെന്നല്ല, ഇവിടെ അടുത്തുള്ള ഹോളിലല്ലേ. അവര് പോട്ടെ, നമുക്ക് പിന്നാലെ പോവാന്നേ. സൂസേണ്ട പ്രശ്നം. എന്ത് പറഞ്ഞാലും എന്താ ബിരിയാണി, ചെറിയൊരു തരിപ്പില് ബിരിയാണി കഴിച്ചു നോക്കിണ്ട്. അതൊന്നും കഴിക്കാത്താണല്ലോ. കഴിക്കാറുണ്ട്, പക്ഷെ അറിഞ്ഞ് കഴിക്കണം എന്നാണ് പ്രമാണം. ഞാനിപ്പോ ഒരു സ്മെല്ലില്ലാത്ത സാധനം മേടിച്ച് ടപ്പേന്ന് വരാം. അതിനു മുമ്പ് ഇവരെ പുകച്ച് പുറത്തി അടിക്കേണ്ട ഉത്തരവാദിത്വം പ്രാഞ്ചേട്ടനുള്ള. ഞാൻ ഇപ്പൊ എന്തുകൊണ്ടാ അവരുടെ അടുത്ത് പറയാ? അതും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പിന്നാലെ വരാം. അപ്പൊ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. പ്രാഞ്ചേട്ടാ, 15 വയസ്സുള്ള ചെക്കനെ പ്രാഞ്ചേട്ട ഇങ്ങനെ കുടുംബക്കാരെ പേടിക്കാൻ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭയന്നു കഴിഞ്ഞാൽ വ്യക്തി ജീവിതത്തിന് എന്തൊട്ടൊരു പ്രസക്തി. ഒരാളെ വഴി തെറ്റിക്കേണ്ട കാര്യത്തില് എന്താ അവനൊരു ഉഷാറ് നോക്കിയേ. പ്രാഞ്ചേട്ട കാശ് എടുത്ത് നീ പോയി മേടിച്ചിട്ട് പോയോ? പ്രാഞ്ചുകാട്ട ഒരു കോലത്തും മോശാവില്ല. നീ അതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ച. എന്താ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതില്? നമ്മൾ സന്തോഷായിട്ടിരിക്കുന്ന ജീവിതത്തില് വരാട്ടാ. സൂസ റെഡിയാ? നീ എന്താ റെഡിയാവാത്ത? അല്ല, ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ല, ആളിപ്പോ ഞാൻ എന്റെ പോയി വേറെ റെഡി അവിടെ. അല്ല, ഇപ്പൊ എന്തൊരു മീറ്റിംഗ്? ഒന്നുമില്ലാന്ന് ഒരാളായിട്ടൊരു കാര്യം സംസാരിക്കാണ്ട്. മീറ്റിംഗ് നിങ്ങൾ പോവാൻ നോക്കണ്ട. നേരത്തെ അതൊക്കെ എടുത്തിട്ട് പോയോ ആദ്യം? പൂവ് കടയിന്ന് മേടിക്കാടി. നന്നായിട്ട് പെടച്ചുണ്ട്. സൂപ്പർ. നീ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ മാലിട്ടിരിക്കണേ? നോക്ക്, സിമ്പിൾ ആയിട്ട് ഇട്ടേക്ക്. നോക്ക്, എന്റെ സ്ഥിരം തന്നെ പൂഴ്ത്തി വയ്ക്കാനൊന്നുമല്ല, പുറത്തേക്കൊക്കെ പോകുമ്പോ എടുത്തിടാനുള്ളതാ. തർക്കിക്കണ്ട, നടക്കങ്ങട്. വേഗം വരണം കേട്ടാ. സാരി മാറ്റണോ? നടക്കടി അങ്ങട്. സമയം പോയി. നടക്കാനങ്ങട്. നടക്കണല്ലേ?
എന്തേ മീറ്റിംഗ്. എന്ത്? എന്താ സോന മാത്യു ഈ വഴിക്കൊക്കെ? ദേ പ്രാഞ്ചേട്ടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് ചേർത്തന്നെ വിളിക്കരുതെന്ന്. സോനാന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. സോനപ്പ എവിടുന്നാ? അതൊക്കെ ഞാൻ പറയാം. അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊരു കല്യാണത്തിന് പോയതാ. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഞാൻ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒന്ന് വന്നതാ. അതെയാ? ഇവിടെ ഒന്ന് കേറിട്ട് പോവാന്ന് കരുതി. സൂസിച്ച് കണ്ടിട്ടൊക്കെ എത്ര നാളായെന്നറിയോ? അവരിപ്പോ വരും. ഏകദേശം ഉച്ചയാവും കല്യാണത്തിന് പോയിരിക്കണേ. ഇങ്ങോട്ട് വന്നേ. ചേട്ടങ്ങടി വരുന്നത് അതിനൊന്നും ഉണ്ടായിട്ടല്ല. അല്ല, നമ്മൾ ഈ നേരത്തെ ഇവിടെ അങ്ങനെ ഒരുമിച്ച് കണ്ടാലേ. അല്ല, വേറെന്തേലും വിചാരിക്കണ്ട. എന്താന്നറിയോ, ഞാനേ ഇങ്ങോട്ട് വന്നേ കല്യാണത്തിന് പിന്നെ വരാന്ന് പറഞ്ഞ ചിലപ്പോ ഇതിനാന്ന് വിചാരിച്ചാലാ. ഒന്നും ഉണ്ടായിട്ടല്ല. നീ കുറച്ചേരം ഇവിടെ വിളിച്ചേക്ക്. ഇവിടെ വിളിച്ചേക്ക്. എന്തേ എന്തേ പടങ്ങി? അപ്പൊ നീ ഇനിയും പുറപ്പെട്ടില്ലേ? ഞാൻ വരാൻ നിക്കാന്നേ. നിങ്ങൾ എന്താ പോന്നേ? എടാ ധൃതിയിലെ കൈ ഭീഷണില് പോയി ഗിഫ്റ്റ് കൊടുക്കണ്ട കല്യാണത്തിന് പോവാ. ഞാൻ പോയി ഞാൻ എടുത്തിട്ട് വരാന്നേ. ഞാൻ എടുത്തിട്ട് വരാം. നെക്കടി അവ എടുത്തിട്ട് വരാന്ന്. അതെ, നീ ഇങ്ങനെ പ്രതിമ പോലെ നിക്കാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒളിച്ചു നിൽക്കിട്ടാ. എന്തിനാവോ എവിടെ ഈ സാധനം? മറിഞ്ഞേക്ക്. അയ്യോ, ഒന്നും കൂടി ഉണ്ടല്ലോ. ഞാൻ കൊണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ എന്നെ അകത്തേക്ക് വിടാത്ത? കുരുവേട്ടൻ നിങ്ങളുടെ എന്തെടുക്കണേന് വേഗം വന്നണ്ടേ. ഗിഫ്റ്റ് എടുക്കാൻ ഒരെണ്ണം കൂടി ഉണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ എടുത്തിട്ട് വരാം. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ഏട്ടങ്ങടെ തിരിച്ചിട്ട് രണ്ടാമത് കയറണ്ടല്ലോ. നിനക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു വിശ്വാസം തുടങ്ങി? വിശ്വസിക്കാണ്ട് പിന്നെ എങ്ങനെയാ? ഇവനെന്താ ഇവിടെ കാര്യം? ഒരു വീട്ടിനെ കാണുന്നില്ലല്ലോ. എന്താ പറഞ്ഞോ ഈ നേരത്തെ ഞങ്ങള് കല്യാണത്തിന് പോവാൻ നിക്ക. അല്ല, നിങ്ങൾ ഇറങ്ങിയില്ലേ? അപ്പൊ അനക്ക് കല്യാണില്ലേ? നീ എന്താ പോവാത്തെ? അല്ല, ഞാൻ പ്രാഞ്ചേട്ടനും കൂട്ടി പോവാന്ന് വെച്ചു. അവന്റെ വണ്ടിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാലോ. അല്ല, ഇവൻ ഞങ്ങളുടെ കൂടെ കല്യാണത്തിന് വരാണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടത് നീ എങ്ങനെ അറിഞ്ഞേ? അത് പ്രാഞ്ചേട്ടനോട് ചോദിക്കണം. ഒന്നാമത് ഇവിടെ ക്രോസ് വിസ്താരത്തിൽ നിൽക്കാണ്ട് നിങ്ങൾ കല്യാണത്തിന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ വേണം നമുക്ക് ഒരുമിച്ചാ പോവാ. ഞാൻ പിടിക്കാം. അല്ല, അല്ലെങ്കിൽ വേണ്ട. അതെ, ഞാൻ മറുതൂന്റെ കൂടെ വരാം. ചേട്ടൻ പോയിക്കോ, ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വന്നാ പോരെ. എടാ, ഇത് ആലീസിന്റെ ഗിഫ്റ്റ് അല്ലത്. ഇത് സൂസന്റെ. ഇത് നീ കൊണ്ടേക്കോ. ആലീസിന്റെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണം. വേറെ ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ രണ്ടെണ്ണല്ലേ? ആ ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത് ഇവരെ സ്കൂട്ടാക്കാൻ. അതെ, ഞാൻ പറഞ്ഞ ഇവിടെ നിൽക്ക്. ഞാൻ എടുത്തിട്ട് വരാന്ന്. ഇവൻ എന്തോ കുഴപ്പമുണ്ടല്ലോടാ. ഒരു കുഴപ്പമില്ല, നിങ്ങക്ക് തോന്നുന്നതാവും. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത്ര ഇവിടെ ഞാൻ പോട്ടെ പ്രാഞ്ചേട്ടാ. പൊന്നു മോളെ, കുറച്ചു നേരം കൂടി ഇവിടെ നിക്ക്. അവരൊരു ഗിഫ്റ്റും കൂടി കിട്ടി അങ്ങോട്ട് പോയിക്കോളും. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി അടങ്ങിയേ? കിട്ടിയില്ലടാ. ഇയാൾക്കാശ ഇല്ലാത്ത ധൃതി. എവിടെ വെച്ചേക്കണേ? അതല്ലടാ ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തോളാന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിനക്ക് സ്ഥലം അറിയില്ല, ഞാൻ എടുത്തോളാം. അതല്ലാന്ന് ഞാൻ എടുത്താ പോരെ. ഒരു വഴിക്ക് ഇറങ്ങിട്ട് വേറെ തിരിച്ചേരണ്ട. ദൈവത്തിന് അറിയാം. നീ എവിടെ പോണു? വരാന്ന്. അവൻ എന്തെങ്കിലും എടുക്കട്ടെ. വെറുതോ എന്റെ അനിയന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്തുട്ട കാര്യം? അവ ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ആളല്ലെന്ന്. എങ്ങനെയുള്ള വിശ്വാസം? വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഇറങ്ങിയതല്ലേ, ഇനി തിരിച്ചകത്തേക്ക് കയറണ്ടാന്ന്. അതിലെന്തുട്ട കാര്യം? തിരിച്ച് പടി കടന്നൊക്കെ കഴിഞ്ഞില്ലേ? വീടിന്റെ സ്ഥാനം ശരിക്ക് തുടങ്ങുന്നത് ആ ഗേറ്റ് മുതലാ. നിങ്ങൾ അതിന്റെ അപ്പുറത്താണെങ്കിൽ ഈ പറഞ്ഞൊക്കെ ശരിയാ. അത് ശരി. അപ്പൊ അകത്തേക്ക് കിടന്ന കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. വരാടി. അതെ കുരുവേട്ടൻ, ഈ ഞാൻ അകത്തേക്ക് പോണോണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇതിലിത്തിരി വലിയ പെട്ടിയാട്ടാ. ദയവ് ഇതെന്നെ പറഞ്ഞു വിട്. എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയേക്കണേ? നീ ഒന്ന് പറയണത് കേൾക്കുന്ന ഗൗരവം മനസ്സിലായി. ഇതൊന്ന് പിടിച്ചേ.
ഞാൻ പറയണത് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിടാ. പ്രാഞ്ചേട്ടാ ഏ? ഇതെന്ത് ഇല്ലടാ, പ്രാർത്ഥിക്ക ഗിഫ്റ്റ് കാണാനില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാടാ ഞാൻ. ഇതെന്തിട്ടത്? അത് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എന്തിനാ തുണി കൊണ്ട് മൂടിയേക്കണേ? പിന്നെ എന്തുകൊണ്ടാ മോഡൽ ഫ്രിഡ്ജ്? ഫ്രിഡ്ജ് ആൾക്കാർ കൊടുക്കണ്ടല്ലേ? പ്രാഞ്ചേട്ടാ ഫ്രിഡ്ജ് എവിടുന്ന കിട്ടിയേ? പിട്ടാപ്പിള്ളിന്ന് പെട്ടുപോയതാടാ. അല്ലാണ്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ പറഞ്ഞു. കള്ള നോക്കട്ടെ. വെറുതോ? അല്ലടാ, അങ്ങനൊന്നല്ല. നീ എന്തിനാ മൂടിനെ തുറന്നോ? കിട്ടില്ലടാ. കിട്ടി. കിട്ടും കിട്ടും. എന്തേ? ഫ്രിഡ്ജിന്റെ ഉള്ളിലായിരുന്നേ. ഫ്രിഡ്ജിന്റെ ഉള്ളിലാ? അല്ല, ഗിഫ്റ്റാ? പുതപ്പുണ്ടായിരുന്നു അതില്. ഫ്രിഡ്ജ് ഗിഫ്റ്റ്. എന്തൊക്കെയാടാ ഈ പറയണേ? നിങ്ങൾ അവിടെ നിന്നാ മതി. വരണ്ട, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. അതെ, ഞാൻ എടുത്തിട്ട് വരാം. അത് ശരിയാവും. അവിടെ നിൽക്ക്. നമുക്ക് പോകുമ്പോ ഫ്രിഡ്ജ് ഒരെണ്ണം ഗിഫ്റ്റ് ഒരെണ്ണം മേടിക്കാം. നിനക്കെന്താടാ വട്ടുണ്ടാ? വാങ്ങി തുറന്ന അകത്തിരിക്കുമ്പോ പുറത്തുനിന്ന് മേടിക്കേ. അല്ല, അതെ, തൽക്കാലം നമുക്ക് നേരം കുറെ ആയില്ലേ. അതെ, ഇനി സമയം വൈകിട്ട് ചെന്നിട്ട് ബിരിയാണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വാങ്ങി വെച്ചുള്ള ഗിഫ്റ്റും കൊണ്ടേ ഞാൻ പോണുള്ളൂ. ചേട്ടാ, ചേട്ടാ ഇങ്ങോട്ട് പറയാ. അയ്യോ, ഇവിടെ എവിടെയാണല്ലോ വെച്ചത് അവള്? ആ, ഇവിടെ.